തലസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണമെന്നത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആവശ്യമാണ്. ഈ ആവശ്യമുന്നയിച്ച് ധാരാളം നിവേദനങ്ങൾ നൽകുകയും ഒട്ടേറെ സമരങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. സാധ്യതാ പഠന സമിതിയുടെ രൂപീകരണത്തോടെ ഇക്കാര്യത്തിൽ വീണ്ടും പ്രതീക്ഷ ഉയർന്നിരിക്കുകയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂരാണ് സമിതിയെ നിയമിച്ചത്. ജസ്റ്റിസ് കെ എം ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ ജസ്റ്റിസുമാരായ തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ, കെ ടി ശങ്കരൻ, എസ് സിരിജകൻ, ടി ആർ രാമചന്ദ്രൻ നായർ എന്നിവരാണുള്ളത്. ഹൈക്കോടതിയുടെ തീരുമാനത്തെ കേന്ദ്രമന്ത്രി ശശി തരൂർ സ്വാഗതം ചെയ്തു. 2009 മുതൽ അതിനുവേണ്ടി കാര്യമായ ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് 5 ജഡ്ജിമാരോട് ഇതിനെ നല്ലപോലെ പരിശോധിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാൻ, റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടാൽ നല്ലൊരു ഡെവലപ്മെൻറ്റാണ്. നമ്മൾ ബാക്കി എല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞു. മുമ്പിലത്തെ ഒരു ചീഫ് ജസ്റ്റിസ് വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ നിവേദനങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിയറിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അവർ ഈ വിഷയം നല്ലപോലെ പഠിച്ചിട്ട് ഒരു ഉത്തരം തരണമെന്ന് മാത്രമാണ് നമ്മളുടെ ആവശ്യം. അത് ഈ സ്റ്റെപ്പ് എടുത്തതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം ഇറ്റ്. ഇതൊരു നല്ല കാര്യമാണ്. സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തലസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച തുടർ നടപടികൾ. കേന്ദ്ര സംസ്ഥാന ഭരണ നേതൃത്വങ്ങൾ അനുകൂലമാണെങ്കിലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ പ്രധാനം. മീഡിയ 1, തിരുവനന്തപുരം.